ഒരു ഇന്ത്യൻ ചാരൻ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു എന്ന് പറയാൻ ശരിയാവോ? ഇത് പാകിസ്ഥാൻ്റെ നിലവിളിയാണ്. കാരണം ഇന്നലെ പാകിസ്ഥാൻ പട്ടാളത്തിലുള്ള 24ഓളം പേർ കൊല്ലപ്പെട്ടു. 14 എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് 24 പേർ കൊല്ലപ്പെട്ടു. ചാവേർ ആക്രമണത്തിലാണ്. ഒരു കാറ് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ബോംബ് സ്ക്വാഡ് ഉണ്ടല്ലോ, ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്ന ബോംബ് ഡിസ്പോസൽ യൂണിറ്റ് പോകുമ്പോൾ അതിനിടയിലേക്ക് ഒരു കാർ ഇടിച്ച് കയറി അത് പൊട്ടിത്തെറിച്ചു. 14 പേർ തൽക്ഷണം മരിച്ചു ഇന്നലെ. ഇപ്പോൾ അത് 24 ആയിട്ടുണ്ട്. പിന്നെ ഒരു 30ഓളം പേർക്ക് ഗുരുതരമായ പരിക്കും പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 50-ന് മുകളിൽ ആളുകൾ പാകിസ്ഥാൻ പട്ടാളക്കാർ. പാകിസ്ഥാൻ്റെ സ്പെഷ്യലൈസ്ഡ് ടീമാണ്. ബോംബുകൾ നിർവീര്യമാക്കാനൊക്കെ പോകുന്ന ഗ്രൂപ്പാണ് മരിച്ചത്. അവർ പറയുന്നത് ഏതാണ്ട് 500 കിലോയോളം സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരാളാണ്, ഹാഫിസ് ഗുൽ ബഹാദൂർ. ഹാഫിസ് ഗുൽ ബഹാദൂർ എന്ന് പറയുന്ന ആൾ ഈ വസീറിസ്ഥാൻ മേഖലയിലുള്ള ഒരു ട്രൈബൽ നേതാവാണ്. അയാൾക്ക് ഒരു ഹാഫിസ് ഗുൽ ബഹാദൂർ HGB എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പ് തെഹ്രീക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ പാകിസ്ഥാൻ വിങ്ങിൻ്റെ ഒരു ഘടകമാണ്. അതിൻ്റെ നേതാവ് പക്ഷേ ഈ പറയുന്ന ഗോത്ര നേതാവാണ്. അവിടെയൊക്കെ പല ഗോത്രങ്ങളാണല്ലോ. ഈ അഫ്ഗാൻ ഗോത്രത്തിലെ പെട്ട നേതാവാണ് ഹാഫിസ് ഗുൽ ബഹാദൂർ. ഹാഫിസ് ഗുൽ ബഹാദൂറിൻ്റെ ഗ്രൂപ്പായ HGBക്കും പണം, ആയുധം ഒക്കെ കൊടുക്കുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യ നിയോഗിച്ചിരിക്കുന്ന ആളാണ്, ഇന്ത്യൻ ചാരനാണ്, പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ ഇന്ത്യ നിയോഗിച്ചിരിക്കുന്ന ആളാണ് ഹാഫിസ് ഗുൽ ബഹാദൂർ എന്നാണ് പാകിസ്ഥാൻ്റെ ആക്ഷേപം. ഇത് പറയുന്നത് വെറുതെ ആരെങ്കിലും അല്ല. പാകിസ്ഥാൻ്റെ ISIയുടെ ഔദ്യോഗികമായ മിലിറ്ററി PR ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് വന്ന് പറയുന്നത് ഇന്ത്യ നിരന്തരം പാകിസ്ഥാനിൽ ഭീകര ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ബലൂചിസ്ഥാൻ BLAക്ക് ആയുധം കൊടുക്കുന്നു. അതുകൂടാതെ TTP തെഹ്രീക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ പാകിസ്ഥാൻ വിങ്ങിന്, അത് ഈ വസീറിസ്ഥാൻ, നോർത്ത് വസീറിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ മേഖലയിലൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് വസീറിസ്ഥാൻ എന്ന് പറയുന്ന വേറൊരു രാജ്യം വേണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവർക്ക് പണം കൊടുക്കുന്നത്, ആയുധം കൊടുക്കുന്നത്, ബാക്കി എല്ലാ സന്നാഹവും ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിപ്പം ഈ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്ന തിരിച്ചടി മാരകമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് 12 പട്ടാളക്കാരെ കൊന്നത്. ആ കൂട്ടത്തിൽ മേജർ മൊസിഫ് അബ്ബാസ് ഉണ്ടായിരുന്നു. മേജർ മൊസിഫ് അബ്ബാസ് എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം വലിയ ആദരവ് കൊടുത്തുള്ള, കാരണം നമ്മൾ ഈ ബലാക്കോട്ട് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ മിഗ് വിമാനം വീണ് അഭിനന്ദൻ വർദ്ധമാനെ പിടിച്ച മേജറാണ് ഈ മൊസിഫ് അബ്ബാസ്. 37 വയസ്സുണ്ടായിരുന്നു. അയാൾ കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടു. അവരെ കൊന്നതും TTP ആണ്, തെഹ്രീക്ക് താലിബാനാണ്. തെഹ്രീക്ക് പാകിസ്ഥാൻ്റെ ഘടകം, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന താലിബാൻ്റെ വിങ്. അവർ കൊന്നതിന് തൊട്ടു പിന്നാലെയാണ് അവരുമായി ബന്ധമുള്ള HGB എന്ന് പറഞ്ഞാൽ നേതാവിൻ്റെ പേരിൻ്റെ ചുരുക്കമാണ്. ഹാഫിസ് ഗുൽ ബഹാദൂറിൻ്റെ ഗ്രൂപ്പ് ഇന്നലെ ഈ പട്ടാള വ്യൂഹത്തെ തകർത്ത് കിടന്നത്. അപ്പോൾ വീണ്ടും അവർ വന്നുവിട്ട് പറയുന്നു ഇയാൾ ചാരനാണ്. ആര്? ഹാഫിസ് ഗുൽ ബഹാദൂർ അഫ്ഗാനിസ്ഥാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും വസീറിസ്ഥാൻ വേറെ രാജ്യമാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഇയാൾ ശരിക്കും റോയുടെ ഏജൻ്റാണ്, ഇന്ത്യൻ ചാരനാണ്. അയാളാണ് പാകിസ്ഥാൻ പട്ടാളത്തെ ആക്രമിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ കുറേ ആയിട്ട് നടക്കുന്ന കാര്യം അറിയില്ല. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ മുഴുവൻ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നുണ്ട്. BLA കൊല്ലുന്നുണ്ട്, പിന്നെ TTP തെഹ്രീക്ക് പാകിസ്ഥാൻ കൊല്ലുന്നുണ്ട്, അതുകൂടാതെ അജ്ഞാതർ കൊല്ലുന്നുണ്ട്. ഈ അജ്ഞാതർ മുഴുവൻ ഇന്ത്യൻ സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് പാകിസ്ഥാൻ എക്കാലത്തും പറയുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാനിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ TTPയുടെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരിയാണെന്ന് തോന്നും. അപ്പോൾ TTP എന്ന് പറഞ്ഞാൽ താലിബാൻ്റെ പാകിസ്ഥാനിലെ വിങ്ങാണ്. ഇപ്പോൾ താലിബാനും പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവുമെന്നാണ് നമ്മൾ എല്ലാവരും കരുതി. അമേരിക്ക പോയി അവിടെ മതമൗലികവാദികളായ താലിബാൻ്റെ ഭരണം വരുന്നു. അതുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ഇനി പോകാൻ പോകുന്നത്. ഇന്ത്യക്ക് വലിയ ഭീഷണിയാകുമെന്നൊക്കെയാണ് നമ്മൾ പൊതുവിൽ കരുതപ്പെട്ടത്. ഇപ്പോൾ പല പ്രതിരോധ വിദഗ്ധരും ഡിപ്ലോമാറ്റ്സും ഒക്കെ പറഞ്ഞത് ഇന്ത്യക്ക് ഒരു തലവേദന കൂടിയായി, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരുടെയും ചിന്തകളെ അട്ടിമറിച്ചുകൊണ്ട്, ഞെട്ടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയായി, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പുണ്ടായി, അതിർത്തി വെടിവെപ്പുണ്ടായി. അവസാനം പാകിസ്ഥാൻ എന്ത് ചെയ്തു? വിമാനങ്ങൾ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. ഒരു 4 മാസം മുമ്പാണ്. അതെ, അഫ്ഗാനിസ്ഥാന് ഈ പറയുന്നത് പോലെ കാര്യമായ വ്യോമസേനയൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല. പകരം അവർ ചെയ്യുന്നത് എന്താണ്? അവരുടെ
പിന്തുണയോടെ പ്രവർത്തിക്കുന്ന TTPയുടെ ആളുകൾ, തെഹ്രീക്ക് ഈ പാകിസ്ഥാൻ, അവർ കാര്യമായ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ BLAയും ഈ TTPയും തെഹ്രീക്ക് ഈ പാകിസ്ഥാനും തമ്മിൽ ചില ധാരണ ഉണ്ടായിട്ടുണ്ട്. BLA അവരുടെ മേഖലയിൽ ചൈനയുടെ ഇടപെടലുകളെ ചെറുക്കുന്നു. ചൈനക്കാരെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ചൈന ഒരു ഘട്ടത്തിൽ അവരുടെ സൈന്യത്തെ അങ്ങോട്ട് വിടണം എന്നുവരെ ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ സമ്മതിച്ചില്ല. ഏതായാലും പാകിസ്ഥാനിലെ പല മേഖലകളിലും അസ്വസ്ഥബാധിതമാണ്. അവിടെ നിരന്തരം കൊലപാതകങ്ങൾ നടക്കുന്നു. പട്ടാളക്കാർക്ക് വഴിയിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, ഈ ഫെയിൽഡ് മാർഷൽ അസീം മുനീർ പറയുന്നത് ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്നൊക്കെയാണ്. പക്ഷെ പാകിസ്ഥാൻ പട്ടാളക്കാരെ വഴിയിറങ്ങി നടക്കാൻ വസീറിസ്ഥാൻ മേഖലയിൽ പോയാൽ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ പോയാൽ ആളുകൾ വെടിവെച്ചു കൊല്ലും. ആ തരത്തിലേക്ക് മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇത്രയും വലിയ കരുത്തും ISIക്ക് ഇത്രയും വലിയ മിടുക്കും ഉണ്ടായിട്ടാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ജാഫർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ട്രെയിൻ അങ്ങ് തട്ടിക്കൊണ്ടുപോയി. ട്രെയിൻ ഹൈജാക്ക്, എന്നിട്ട് 10-60ഓളം പട്ടാളക്കാരെ ISIക്കാരെയൊക്കെ വെടിവെച്ചു കൊന്നു. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ അകത്ത് നടക്കുകയാണ്. അകത്ത് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തെ ചെറുക്കാൻ പറ്റാത്തവരാണ് ഇന്ത്യയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഗീർവാൺ അടിച്ചു നടക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ത്യ എന്ത് വന്നാലും ഇന്ത്യയുടെ മെക്കിട്ട് കയറുക എന്ന ലൈനുമായിട്ട് പോകുന്ന പാകിസ്ഥാൻ വീണ്ടും പതിവ് പല്ലവി ആവർത്തിച്ചിരിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ആയിക്കണം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് നടന്നപ്പോഴത്തേക്കും അതിൻ്റെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാ ഇത്തരം ഉച്ചകോടികൾ കഴിയുമ്പോഴും നേതാക്കന്മാരിൽ സംയുക്ത പ്രസ്താവന ഒപ്പിടണം. അത് നമ്മളതിൻ്റെ വീഡിയോ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. രാജ്നാഥ് സിംഗിൻ്റെ മുന്നിലേക്ക് ഈ ഡോക്യുമെൻ്റ് വരുന്നു. രാജ്നാഥ് സിംഗ് വായിച്ച് നോക്കി ഒപ്പിടാൻ പേന എടുത്ത രാജ്നാഥ് സിംഗ് ഒപ്പിടാതെ താഴെ വെക്കുന്നു. കാരണം അതിനകത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ നടത്തുന്ന അറ്റാക്കിനെ കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ നമ്മൾ അതിർത്തി കടന്നുള്ള തീവ്രവാദം, പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് നമ്മൾ യോഗത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് തയ്യാറാക്കി വന്നപ്പോഴത്തേക്ക് സംയുക്ത പ്രസ്താവനയിൽ അതില്ല, എന്നാൽ നമ്മൾ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് ഒപ്പിട്ടാൽ മാത്രമേ ആ മീറ്റിങ്ങിനൊരു വാലിഡിറ്റി ഉള്ളൂ, മൂല്യമുള്ളൂ. പക്ഷേ ഇന്ത്യ ഒപ്പിടാത്തതുകൊണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിൽ ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല. ആ യോഗം പരാജയപ്പെട്ടു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനത്തെ നമ്മൾ അംഗീകരിക്കില്ല എന്ന് നമ്മൾ അചഞ്ചലമായ നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാടാണ് ചൈനയിൽ നടന്ന ഈ മീറ്റിങ്ങിൽ വെച്ച് നമ്മൾ ഒപ്പിടാതെ പോകുന്നത്. അപ്പോൾ ഏതായാലും ആ മീറ്റിങ്ങിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാണ്ടാക്കി. അപ്പോൾ അതേ സമയത്ത് ഇപ്പം അതിന് മറുപടിയായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ പൊക്കിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇന്ത്യ ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യ വന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ആർമിക്ക് എന്നും തലവേദനയാണ്. ഇപ്പുറത്തോട്ട് ഖൈബർ പഷ്തൂൺഖാൻ മേഖലയിൽ തെഹ്രീക്ക് താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഇന്ത്യയുടെ നിലയിൽ കുറ്റം വെച്ചുകൊണ്ട് പതുക്കെ ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഇതുകൊണ്ടോ ഞങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ള ഇരവാദം ഉയർത്തുകയല്ലേ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇന്ത്യക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ്? മതമാണ്, അല്ലേ? അതെ, മതമാണ്. ശരി, ഹിന്ദുക്കളെ പേര് നോക്കിക്കൊല്ലുന്നു, അവർക്കല്ലെങ്കിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം എന്നുള്ള അജണ്ടയുമായിട്ട് നടക്കുന്നു. ഈ പാകിസ്ഥാനിൽ ഈ ബഹളം ഉണ്ടാക്കുന്ന, സ്ഫോടനം നടത്തുന്ന പട്ടാളക്കാരെ കൊല്ലുന്നവരാരാ? മുസ്ലിമുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന മുസ്ലിങ്ങളാണ്. അങ്ങോട്ടും ഇന്ത്യയിൽ വന്നിട്ട് കൊല്ലുന്ന മുസ്ലിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് ഇന്ത്യക്കാരെ ഭൂരിപക്ഷവും ഹിന്ദുക്കളെയാണ് കൊല്ലുന്നത്. പാകിസ്ഥാനിൽ നടക്കുന്ന ആരാണ്? കൊല്ലുന്നതും ചാകുന്നതും മുസ്ലിങ്ങളാണ്. നമുക്കെന്ത് ഉത്തരവാദിത്വം? ഇവന്റെ മതം, ഒരേ മതം, ഒരേ അള്ള, ഒരേ പുസ്തകം, അതിൽ ഇന്ത്യക്ക് എന്ത് പങ്ക്? ഇനിയിപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ ഉടനെ ഇവർ ഇസ്ലാമിക ബ്രദർഹുഡ് എന്നൊക്കെ പറയില്ല, ഒരു മുസ്ലിമിനെ അവിടെ നൊന്താൽ എനിക്കിവിടെ നോക്കൂ എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ, അത്രയും വളരെ രൂഢമൂലമായ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ത്യ പറഞ്ഞ ഉടനെ അവർ ആ വിശ്വാസം മാറ്റി ഞാൻ എന്നാൽ പോയി എൻ്റെ മുസ്ലിം സഹോദരനെ കൊന്നേക്കാൻ തീരുമാനിക്കുമോ? അല്ല. അപ്പോൾ അതിനകത്ത് മതപരമായുള്ള വ്യത്യാസം, മതത്തിനകത്തുള്ള വ്യത്യാസം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗോത്രം. ഞങ്ങൾ വേറെ ആളാണെന്നേ, കുറഞ്ഞ ആൾക്കാരാണെന്നുള്ള. അപ്പോൾ ഈ ബലൂചിസ്ഥാനിലെ പരാതി എന്താണ്? ഞങ്ങളെ അധകൃതരായി കരുതുന്നു, ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നു. പാകിസ്ഥാന്റെ 44% ബലൂജ് മേഖലയാണ്. അവിടെ നിന്നുള്ള മിനറൽസ്, പെട്രോളിയം, സ്വർണം, ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ദാരിദ്ര്യം. വസീറിസ്ഥാൻ പറയുന്നത് എന്താ? വസീറിസ്ഥാൻ എന്നൊരു രാജ്യം വേണമെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ ഇവന്മാരൊന്നുമില്ല, ഞങ്ങൾ അഫ്ഗാൻ വംശജരാണ്. അവരെ കണ്ടാലും അറിയാം, ഒരു അസാമാന്യമായ ഉയരമുള്ള
മനുഷ്യരൊക്കെയാണ്. പാകിസ്ഥാനികൾ ജനറലി ഇന്ത്യക്കാരെ പോലെ തന്നെയാണ്. ഈ പഞ്ചാബിൽ മേഖലയിൽ അതുമല്ലേ കുറെ പക്തൂൺകാർ അപ്പുറത്തും കുറെ പേര് ഇപ്പുറത്തും. ഒരു ജനത. അതുകൊണ്ടാണ് ഈ പറയുന്നത് തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ വന്ന് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ മഹാഭൂരിപക്ഷം അവിടെ, ഞങ്ങൾ കുറച്ചുപേര് ഞങ്ങളെ അങ്ങ് വിട്ടത്, ഞങ്ങൾ പൊക്കോളാം. അപ്പം വീണ്ടും രാജ്യം. അപ്പൊ അതിനകത്ത് ഇന്ത്യക്ക് എന്ത് റോള്? അത് ഇസ്ലാമിക മതവിശ്വാസികൾ തന്നെ ഗോത്രപരമായി ഉണ്ടാക്കുന്ന അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ ഈ ഇസ്ലാമിലെ ഗോത്രങ്ങൾ തമ്മിലല്ലേ ഷിയ സുന്നി എന്ന് പറഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായത്. ഇന്ത്യ ഇടപെട്ടിട്ടാണോ? ഇന്ത്യയാണ് ഇതിൽ. അപ്പൊ എവിടെ ലോകത്തെവിടെയും ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പൊ ഇന്ത്യ ഇതിന്റെ പിന്നിലുണ്ടെന്ന് സ്ഥാപിക്കാൻ ഇവർ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അവർക്ക് കൃത്യമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ നിലവിളി വീണ്ടും ഉയരുകയാണ്. ഇന്ത്യൻ ചാരൻ ഹാഫിസ് ഗുൽ ബഹാദൂർ ഞങ്ങളുടെ പട്ടാളക്കാരെ കൊല്ലുന്നേ എന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കേടാണെന്ന് നോക്കണേ. അവിടെ പാകിസ്ഥാൻ അകത്ത് തന്നെയുള്ളവനാണ് ഈ ഹാഫിസ് ഗുൽ ബഹാദൂർ. അവർക്ക് ആളെ അറിയാം. എന്താ പറ്റി ഇവനെ പോയി പിടിച്ചുകൂടെ? എന്താ ഈ ഹാഫിസ് ഗുൽ ബഹാദൂർ ഇന്ത്യൻ ചാരനാണെങ്കിൽ പോയി പിടിച്ച് തൂക്കിക്കൊന്നൂടെ? അങ്ങോട്ട് എത്താൻ പറ്റിയിട്ട് വേണ്ടേ? വെറുതെ അവന്മാർ കണ്ടിച്ചു വിടും. അപ്പോൾ ഏതായാലും പാകിസ്ഥാന് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാൻ വിതച്ചത് കൊയ്യുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.